നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിങ്ങളെല്ലാവർക്കും കാണാവുന്നതുപോലെ വലിയൊരു ആവേശം സഖാവ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ട അന്ന് മുതൽ അതോടൊപ്പം ആ ആവേശം ഓരോ ദിവസവും ചെല്ലുന്തോറും വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യതയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ സഖാവ് എം സ്വരാജ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും. ഞാൻ 5 വർഷം സഖാവ് സ്വരാജിൻ്റെ കൂടെ നിയമസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്ര വളരെ ഫലപ്രദമായി ഒരു നിയമസഭയിലും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിനു വേണ്ടി ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് സഖാവ് എം സ്വരാജ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. അതോടൊപ്പം തന്നെ നിലമ്പൂരിനെ അറിയുന്ന നിലമ്പൂരുകാരനായ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന സഖാവ് എം സ്വരാജ് കേരള നിയമസഭയിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ സ്വരാജിനെ നിയമസഭയിൽ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ എപ്പോൾ സഖാവ് സ്വരാജിനെ കണ്ടാലും പറയും സ്വരാജ് സാവ് നിയമസഭയിൽ ഉണ്ടാകണമായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇപ്പോഴും ബഹുമാനപ്പെട്ട CM പറഞ്ഞതുപോലെ കേരള നിയമസഭ കാത്തിരിക്കുന്നു സഖാവ് എം സ്വരാജിനെ. നിലമ്പൂർ നിയോജക മണ്ഡലം ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ സഖാവ് എം സ്വരാജിനെ നിയമസഭയിലെത്തിക്കും. ഈ ഏറ്റവും ഒടുവിലേ ഈ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ UDF പിന്തുണ പ്രഖ്യാപിച്ച ആശമാരെത്തിക്കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ തെരഞ്ഞെടുപ്പിന്? ഇതെല്ലാം വളരെ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതും ഇൻസെൻറ്റീവ്സ് നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള സംസ്ഥാനം കേരളമാണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രോഗ്രസ്സും അറിയാലോ. എങ്ങനെയാണ് 300 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് ഓണറേറിയം മാത്രം. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു? അവരാണ് പെൻഷൻ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട്. ജനങ്ങൾക്ക് സത്യം അറിയാമല്ലോ. ജനങ്ങൾക്ക് സത്യമായി ഇലക്ഷൻ സമയത്ത് അങ്ങനെ കള്ളം പറഞ്ഞിട്ട് വോട്ട് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആശമാരെ ചേർത്ത് പിടിച്ച് ഇനിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പോൾ 26,125 ആശമാരാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ ഇപ്പോൾ മറ്റൊരു സംസ്ഥാനം, തൊട്ടടുത്തുള്ളൊരു സംസ്ഥാനം 10,000 കൊടുക്കുന്നു എന്ന് പറഞ്ഞു. കൊടുത്തോ? കേരളത്തെക്കാൾ കുറവല്ലേ ഇപ്പോഴും കൊടുത്തത്? അവർ കൂട്ടിയിട്ടും കേരളത്തെക്കാൾ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ ചെയ്യുന്നത്. ഇനിയും കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും. ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട്. 1% രാഷ്ട്രീയ പ്രചരണം എന്ന് തന്നെയല്ലേ ഉദ്ദേശം? അല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആശമാർ സർക്കാരിനൊപ്പം ഉണ്ടെന്നേ ഒരു പ്രശ്നവുമില്ല.